ഈ ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊല്ലത്തെ പാർലമെന്റ് അംഗം എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഇന്നോളം പരിശ്രമിച്ചിട്ടില്ലാത്ത ശ്രീ എൻ കെ പ്രേമചന്ദ്രനും അദ്ദേഹത്തിന്റെ മുന്നണി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് മുന്നണിയും അദ്ദേഹത്തോടൊപ്പം കൈകോർത്ത് പിടിച്ചുകൊണ്ട് BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിലെ വ്യാജ പ്രചരണത്തിന്റെ മുഖ്യ വിഷയം കൊല്ലത്ത് നിർദ്ദേശിക്കപ്പെട്ട ESI മെഡിക്കൽ കോളേജ് സംബന്ധിച്ചാണ്. എന്താണ് മെഡിക്കൽ കോളേജിന്റെ വസ്തുത? കൊല്ലത്ത് തുടങ്ങാൻ ഉദ്ദേശിച്ച ESIയുടെ മെഡിക്കൽ കോളേജ് LDF സർക്കാർ ഇല്ലാതാക്കി എന്നാണ് പ്രചരണം. സത്യസന്ധമായ ഒരു വാക്കുപോലും ജീവിതത്തിൽ ഒരിക്കലും പറയാൻ ഇടവന്നിട്ടില്ലാത്തയാളെന്ന് ആരും സംശയിക്കത്തക്ക വിധമാണ് കൊല്ലം MP-യുടെ പ്രചാരവേല. ഇതാരെ സഹായിക്കാനുള്ള വ്യാജ പ്രചരണമാണ്? ESI തുടങ്ങാൻ പോയ മെഡിക്കൽ കോളേജിന് കേരള ഗവൺമെന്റ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ തടസ്സപ്പെടുത്തി എന്നാണ്. എന്താ സത്യം? കഴിഞ്ഞ കൊല്ലം ജൂൺ മാസം 27-ാം തീയതി സിംലയിൽ ചേർന്ന ESIയുടെ നാഷണൽ ഡയറക്ടർ ബോർഡാണ് 10 മെഡിക്കൽ കോളേജുകൾ തുടങ്ങാൻ തത്വത്തിൽ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ കടലാസിൽ തീരുമാനിച്ചു. അതിലൊന്നാണ് കൊല്ലത്ത് വിഭാവനം ചെയ്തത്. പക്ഷെ എന്തു വേണം? സർക്കാരിന്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. എന്താണത്? എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ്. എങ്ങനെ കൊടുക്കണം? ആ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രി സന്ദർശിച്ച് ആരോഗ്യ വിദഗ്ധർ, മന്ത്രിയല്ല, സന്ദർശിച്ച് ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. സൗകര്യങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. സിംലയിൽ തീരുമാനമെടുത്ത് ആ സമയത്ത് സൗകര്യങ്ങളില്ലെങ്കിൽ സൗകര്യമുണ്ടാക്കാൻ ഇടപെടേണ്ടിയിരുന്ന ആളാണ് കൊല്ലം MP. ചെറുവിരലനക്കിയിട്ടില്ല. 6 മാസം ഉറങ്ങി ESI കോർപ്പറേഷൻ. 2025 ജൂൺ മാസം 27-ന് മെഡിക്കൽ കോളേജ് ആരംഭിക്കാം എന്ന് തീരുമാനിച്ച് 6 മാസത്തെ ഉറക്കത്തിനു ശേഷം ഈ കഴിഞ്ഞ മാസം 5-ാം തീയതി സർക്കാരിന് ഒരു കത്ത് കൊടുത്തു. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ആ കത്ത് കിട്ടിയ ഉടനെ സർക്കാർ അടിയന്തരമായി ആരോഗ്യ വിദഗ്ധരുടെ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. ഈ കൊല്ലത്തേക്ക് അയച്ചു. അവർ ആശ്രമത്തെ ആശുപത്രി പരിശോധിച്ചു. ഇതെല്ലാം കൂടി 2 ആഴ്ചയെ സമയം എടുത്തിട്ടുള്ളൂ. പരിശോധിച്ചപ്പോൾ ഒരു സൗകര്യവും ഇല്ല എന്ന് കണ്ടെത്തി. ദേശീയ മെഡിക്കൽ കമ്മീഷൻ 1, 2, 3 എന്നിങ്ങനെ സൗകര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. 300 കിടക്ക വേണം, കെട്ടിടങ്ങൾ ഫിറ്റ്നസ് ഉള്ള കെട്ടിടം വേണം, മറ്റെല്ലാം പറഞ്ഞിരിക്കുകയാണ്. അതൊന്നുമില്ല. അപ്പോൾ മെഡിക്കൽ കോർപ്പറേഷന് തൊട്ടടുത്ത ദിവസം കത്ത് കൊടുത്തു, ഈ പറയുന്ന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് സൗകര്യങ്ങൾ അടിയന്തരമായി ഏർപ്പെടുത്തിയാൽ സർട്ടിഫിക്കറ്റ് തരാം. പിന്നെ ആ വഴിക്ക് ചിന്തിച്ചിട്ടില്ല ESI കോർപ്പറേഷൻ. സർക്കാർ കാത്തിരിക്കുകയാണ്. സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ അപ്പ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഒരു സൗകര്യം ഏർപ്പെടുത്തുന്നില്ല. ഈ ESI ആണ് മുൻപ് ഇവിടെ പാരിപ്പള്ളിയിൽ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പദ്ധതിയുമായി വന്നു. സർക്കാർ കുറെ വിട്ടുവീഴ്ച ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തു. അവസാനം ESI ഞങ്ങളെ കൊണ്ട് ഇത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയി. സർക്കാരിന്റെ തലയിലായി, കേരള സർക്കാരിന്റെ. ഇപ്പൊ സർക്കാർ അത് ഏറ്റെടുത്തു. എന്നിട്ട് കൊല്ലത്തിന്റെ അഭിമാനമായ ആശുപത്രിയെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. MP എന്ന നിലയിലും കേന്ദ്രമന്ത്രിയും മുൻകൈയെടുത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാതെ ഒരു പ്രഹസനം, ഒരു അസംബന്ധ നാടകം ആടുക.